മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തെക്കുറിച്ച് ഇന്ന് അച്ഛന് പറയാനുള്ളത് ദമ്പതികൾ ദാമ്പത്യധർമ്മം നിറവേറ്റണം എന്നുള്ളതാണ്. അതൊരു കടമയാണ്. ഇത് പറയേണ്ടതുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. ചില കുടുംബങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അത് പാപമല്ല, ഒരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് അച്ഛൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. കുടുംബത്തിലെ ബലിപീഠമാണ് കിടക്ക. നമ്മൾ പരസ്പരം നൽകുന്നത് ദൈവത്തിന് നൽകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അത് പവിത്രമായിട്ട് നമ്മൾ കാണണം. പ്രായമായാലും ഒരാളെ ദൈവം വിളിക്കുന്നവരെ ഒരുമിച്ച് കിടക്കുവാൻ തന്നെ ദമ്പതികൾക്ക് കടമയുണ്ട് എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹ ഒരുക്ക ധ്യാനത്തിന് കടന്നു വന്ന ഒരു യുവാവ് കൗൺസിലിങ്ങിൽ പറഞ്ഞു, അച്ഛാ, എൻ്റെ അപ്പനും അമ്മയും ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നത് 2 മുറിയിലാണ് ഒരു കിടക്ക്. പ്രശ്നം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അച്ഛൻ ദയവ് ചെയ്ത് അതൊന്നും പറയണം. അപ്പോൾ ആ ചെറുപ്പക്കാർ പോലും ആഗ്രഹിക്കുന്നതാണ് അവരുടെ അപ്പനും അമ്മയും ഒന്നിച്ചായിരിക്കണം എന്നുള്ളത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19:6 നാം കാണുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചതാണ്, അത് മനുഷ്യന് വേർപെടുത്താൻ അവകാശമില്ല. ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കാം, എന്നാൽ അത് ഒരിക്കലും ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരീര നോമ്പ് എന്ന് പറഞ്ഞത് കത്തോലിക്ക സഭയിലില്ല. നമുക്ക് ഒത്തിരി നോമ്പുകളൊക്കെ ഉണ്ട്. 25 നോമ്പ്, 50 നോമ്പ്, 8 നോമ്പ്, 3 നോമ്പ്, ഇങ്ങനെ നോമ്പുകളൊക്കെ ഇഷ്ടം പോലെയാണ്. പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ 2 പേരും 2 മുറിയിൽ കിടക്കുക എന്നത് തെറ്റു തന്നെയാണ് എന്നാണ് ഞാൻ പറയുക. പരസ്പരം നൽകുന്നതാണ് ഏറ്റവും വലിയ നോമ്പ് എന്ന് തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 7:3 മുതൽ 4 വരെ വാക്യങ്ങളിൽ നമുക്കറിയാം, അത് കടമയായിട്ടെടുത്ത് പറയുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ കടമയാണത്, അത് ഒഴിവാക്കരുത് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇനി അല്ല, അത് നിഷേധിച്ചിട്ട് ഒരു പങ്കാളിക്ക് പാളിച്ചകൾ വന്നാൽ, ഒരു വഴി പിഴച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റേ പങ്കാളിക്കാണ്. ഞാനത് ഡിനേ ചെയ്തെങ്കിൽ എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകും എന്ന് തന്നെയാണ് തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത്. അത് കുടുംബം തകരുവാനിടയാകും എന്നുള്ളത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഭർത്താക്കന്മാരുടെ ഒരു പരാതി, എൻ്റെ അച്ഛാ സഹകരിക്കത്തില്ല, ചുമ്മാ കിടക്കുകയുള്ളൂ, അതുപോരാ. സഹകരിക്കാൻ ഭാര്യമാരും അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അവന് ഭാര്യമാർ പറയാം അവരുടെ സുഖം മാത്രമേ നോക്കത്തുള്ളൂ, അതും പോരാ. 2 പേരും പരസ്പരം സഹകരിച്ചുകൊണ്ട്, ഒരാൾ മറ്റേ ആളിൻ്റെ സുഖത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനായിട്ട് തീവ്രതയോടെ പരിശ്രമിക്കണം എന്ന് തന്നെയാണ് അച്ഛൻ പറയാനുള്ളത്. വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പമുണ്ട്. ഞാൻ എൻ്റെ കൂടെ പറയുകയാണ്, മദ്യത്തിൽ മുങ്ങി വിവാഹ കിടക്കയെ സമീപിക്കരുത്. കാര്യം ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അതൊരിക്കലും നന്മയാവുകയില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ പരിപാവനമായ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാവുകയാണ്. ഇപ്പം തമ്പുരാൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു ലഹരിയിൽ മുങ്ങി പാപം ചെയ്തിട്ട് ആ വിവാഹ കിടക്കയെ സമീപിക്കുന്നത് വളരെ തെറ്റാണ്. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അത് പിന്നീട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോലും അത് വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് വലിയ അപകടമാണെന്ന് തന്നെ ഞാൻ പറയുക. എങ്ങാനും വീഴാൻ വേണ്ടിയല്ല, എങ്ങാനും വീണു പോയാൽ ഞാൻ പറയും അന്ന് ബെഡ്റൂമിൽ കയറണ്ട. കാരണം അത് അപകടം വരുത്തും. അതുകൊണ്ട് തന്നെയാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം ആനന്ദിക്കുന്ന 3 കാര്യങ്ങളാണ്. ഞാനതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുന്നു. നിങ്ങൾക്കറിയാം അതെന്താണെന്ന്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയമാണ്. ഈ ലയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പഞ്ചസാര കാപ്പിയിൽ ലയിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചസാര മാറ്റിയിട്ട് കാപ്പി ഇങ്ങതാ എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. എന്നത് ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഈ ലയം എല്ലാ തലങ്ങളിലും ഉണ്ടാവണം. ആ ലയമില്ലാതെ വരുന്ന ഒരവസ്ഥാവിശേഷം ദൈവത്തിന് മുമ്പാകെ തെറ്റു തന്നെയാണ് എന്നെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബജീവിതത്തിൽ ഈ ഭാര്യാഭർത്തൃബന്ധം അതിൻ്റെ സജീവതയിൽ ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ മാനസികമായിട്ടും
ആത്മീയമായിട്ടും ഒക്കെ ആ ദമ്പതികൾ തമ്മിലുള്ള ആഴമായ സ്നേഹബന്ധം ഉണ്ടാകും. അത് തമ്മിലുള്ള വലിയൊരു ഞാൻ പറയും പറിച്ചെറിഞ്ഞാൽ എറിയപ്പെടാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ടാകും. അതിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. ചിലപ്പോൾ ചിലർക്ക് അലർജി, ചിലർക്ക് ഫാൻ വേണ്ട, ചിലർക്ക് ഫാൻ വേണം, ചിലർക്ക് AC വേണ്ട, AC വേണം, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ് വരുന്നത്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആദ്യമൊന്നും ഇല്ലാത്തതൊക്കെ പിന്നീട് പതുക്കെ രൂപപ്പെടുകയാണ്. അങ്ങനെ വരാതെ അവിടെയും ഒരു പൊരുത്തപ്പെടലോടുകൂടി രണ്ടുപേരും ജീവിക്കുവാൻ ഇടയാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആത്മസംയമനം ആവശ്യമാണ്. ഒരാൾക്ക് അത്രയേറെ ഒരു സന്തോഷം ഇല്ലാത്ത നിമിഷങ്ങളോ മൂടിയായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാം. ചില അവസരങ്ങളിൽ അവർക്ക് മാനസികമായ ടെൻഷൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള അവസരങ്ങൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് തന്നെ അവരുടെ കടമകൾ നിറവേറ്റുവാൻ ഇടയാവണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പൗത്രമായ കടമ നിറവേറ്റിക്കൊണ്ട് വളരെ സുന്ദരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കത്തുകളിലേക്ക് നമുക്ക് തുടങ്ങാം. ഏതാണ് നിമ്മി ഇന്നത്തെ ആദ്യത്തെ കത്ത്? അച്ഛാ, ഇന്നത്തെ ആദ്യത്തെ കത്ത് കൊട്ടാരക്കര നിന്ന് മേഴ്സി എഴുതുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ ഭർത്താവ് ഒരരസികനാണ്. സ്നേഹം ഒട്ടും പുറത്തു കാണിക്കുകയില്ല. വളരെ ഗൗരവക്കാരനാണ്. ഞാൻ മടുത്തു. ഒരു സ്നേഹവുമില്ല. കുടുംബത്തിൽ അധ്വാനിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ധ്യാനത്തിന് പോകാൻ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. കൗൺസിലിംഗ് നിർദ്ദേശിച്ചാൽ അതിൻ്റെ ഒരാവശ്യവുമില്ല എന്നാണ് പറയുന്നത്. കുടുംബ പ്രാർത്ഥനയേ ഇല്ല. പള്ളിയിലും റെഗുലറായി പോകാറില്ല. ഞാൻ എന്തു ചെയ്യും? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരു നല്ല മറുപടി പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കത്ത് സൂചിപ്പിക്കുന്ന പോലെ ചില ഭർത്താക്കന്മാരിങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ കൗൺസിലിംഗിലേക്ക് ഇടപെടുമ്പോൾ വളരെ അരസികനായിട്ട് വലിയ ഗൗരവം കാണിച്ചുകൊണ്ട് നീങ്ങുന്ന ഭർത്താക്കന്മാരുണ്ട്. എനിക്ക് പറയാനുള്ള ഭർത്താക്കന്മാർ അല്പം ഫലിതരസമൊക്കെ വേണം എന്ന് തന്നെയാണ്. എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല, എന്നാലും ഒരു കുടുംബത്തിൻ്റെ ഒരു ഊഷ്മളത പാലിക്കുവാനായിട്ട് അവർക്ക് കഴിയുമ്പോഴാണ് കുടുംബജീവിതം ഏറെ മനോഹരമായിട്ട് പോകുന്നത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. മേഴ്സി ചെയ്യേണ്ടത് ശരിക്കും പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. പിന്നീട് സ്നേഹം പ്രകാശിപ്പിച്ച് അദ്ദേഹത്തെ നേടണം. അതിന് മേഴ്സിയെ കൊണ്ടേ പറ്റൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് മേഴ്സിക്ക് ഈ ഭർത്താവിനെ ദൈവം തന്നത്. ഞാനതിൽ ചിലപ്പം ദൈവപരിപാലന കാണുകയാണ്. മേഴ്സിയുടെ നന്മകൾ കൊണ്ട് ഇയാളെ നേടാൻ പറ്റും എന്ന് തമ്പുരാൻ കണ്ടു. ഏറ്റവും യോജിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നേടിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മേഴ്സിയുടെ കയ്യിൽ അദ്ദേഹത്തെ തന്നിരിക്കുകയാണ്. 1 പത്രോസ് 3:1-2 വരെ വാക്യങ്ങളിൽ പെരുമാറ്റം കൊണ്ട് നേടണം എന്നുള്ള ആ വചനം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. മേഴ്സി രക്ഷാകര സ്നേഹം കൊണ്ട് ഈ ഭർത്താവിനെ നേടിയെടുക്കുക. അതിനായിട്ട് ഒന്ന് പരിശ്രമിച്ച് വേണ്ടി വന്നാൽ ഒരു കൗൺസിലിങ്ങോ ധ്യാനമോ ഒക്കെ ഒന്ന് കൂടിപ്പിക്കുവാനും പരിശ്രമിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതേക്കുറിച്ച് എന്താണ് ടോമിച്ചിന് പറയാനുള്ളത്? എനിക്ക് മേഴ്സിയുടെ ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരു സഹതാപത്തോടൊപ്പം മേഴ്സി ഇച്ചിരി കൂടെ ഉണരേണ്ടതാണെന്നുള്ളൊരു തോന്നലിലേക്കാണ് ഞാൻ എത്തുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ടൊരു തിന്മ ആ മനുഷ്യനിൽ കാണുന്നില്ല. ആ മനുഷ്യൻ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത എന്നുള്ളതാണ് മേഴ്സി പറഞ്ഞത്. സ്നേഹം ഇല്ലയെന്ന് മേഴ്സി പറഞ്ഞിട്ടില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല മനുഷ്യന്. അപ്പം അതുകൊണ്ട് മേഴ്സി ഇച്ചിരി കൂടെ ഉണർന്ന് പ്രവർത്തിച്ചാൽ, തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് പോയാൽ വളരെ സിമ്പിളായിട്ട് നേടാം. ഇനി മേഴ്സിയുടെ ഒരു പരാതിയായിട്ട് കാണുന്നത് ഞാൻ വേല ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഭാര്യയും ഭർത്താവും അർപ്പിക്കപ്പെടുന്നത് അവർ ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് ഇല്ലാതായി പോകുന്നത് പോലെ, അല്ലെ മെഴുകുതിരി കത്തി ഉരുകി തീരുന്നത് പോലെ കുടുംബത്തിന് വേണ്ടി തീരാൻ ബലിയർപ്പകരാണിവർ. മിശിഹായുടെ ബലിയാണ് ഇവിടെ ഇവർ ഏറ്റെടുത്തിരിക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ സമർപ്പണത്തിലേക്ക് മേഴ്സി സഹോദരിയുടെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പള്ളിയിൽ പോകാതിരിക്കുന്ന ഭർത്താവിനെ പള്ളി വിടാനും
പ്രാർത്ഥിക്കാൻ റെഗുലറായിട്ട് പ്രാർത്ഥിക്കുന്നതിന് അദ്ദേഹം ആ സ്ത്രീ തന്നെ താല്പര്യമെടുത്ത് മുന്നോട്ട് വന്നാൽ കുഞ്ഞുങ്ങളുമായിട്ട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതിന് വേറൊരാളെ കുറ്റപ്പെടുത്തേണ്ട, ഒരു അമ്മയുടെ ചുമതലയുണ്ടത്. അപ്പോൾ ആ ഒരു തലത്തിലൊക്കെ ഇച്ചിരി ഉണർന്നാൽ സിമ്പിളാണ്, ഈശോയോട് ചേർന്നാൽ മതി. അവൻ ഈശോയോട് ചേർന്നിരുന്നാൽ ഞാൻ നിന്നോട് ചേർന്നിരിക്കാമെന്നാണ് ഈശോ പറഞ്ഞത്. അപ്പം ഒന്ന് ചേർന്നിരുന്നാൽ കാര്യങ്ങൾ നടത്താനുള്ളതേ ഉള്ളൂ. അപ്പം മേഴ്സി ഒന്നുകൂടെ താല്പര്യപൂർവ്വം ഉണർന്ന് അദ്ദേഹത്തെ സ്വാധീനിച്ച് നന്മയിലേക്ക് നയിക്കാം എന്നുള്ളതാണ് ടോമസിൻ്റെ അഭിപ്രായം. നിമിക്ക് അതേപ്പറ്റി എന്താ പറയാനുള്ളത്? മേഴ്സി ഭർത്താവിനെ നന്നായിട്ട് സ്നേഹിക്കുക. പിന്നെ ഇവിടെ ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ ധ്യാനത്തിന് പോകാൻ പറഞ്ഞാൽ പോകത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭർത്താവ് ധ്യാനത്തിന് പോകാൻ അങ്ങനെയല്ല പറയുന്നത്, നമുക്ക് ധ്യാനത്തിന് പോകാം, അപ്പം ഒരുമിച്ച് ധ്യാനത്തിന് പോകാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പള്ളിയിൽ പോകാം. അങ്ങനെ വരുമ്പം ഏത് ഭർത്താവും സഹകരിക്കും. അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞാൽ അവരൊരിക്കലും സഹകരിക്കാറില്ല. പിന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ ചാവറയച്ചൻ തന്നെ പറഞ്ഞിരിക്കുന്നത് കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് എന്നാണ്. അത് അടിവരയിട്ട് പറയുന്ന ഒരു സത്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥന മുടക്കാതെ മുന്നോട്ട് പോയാൽ തന്നെ നമ്മുടെ കുടുംബജീവിതം ഭദ്രമാകും. അപ്പം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉൾക്കൊള്ളുവാനും അതോടൊപ്പം തന്നെ പെരുമാറ്റത്തിൽ കൂടുതൽ സ്നേഹം ഉൾക്കൊണ്ട് ഈ ഭർത്താവിനെ നേടിയെടുക്കുവാനും അങ്ങേയറ്റം ശ്രമിക്കണമെന്നുള്ളതാണ്. മെഴ്സി ഞങ്ങൾ പ്രാർത്ഥിക്കാം. മെഴ്സിയുടെ പ്രാർത്ഥനയുടെയും പെരുമാറ്റത്തിലൂടെയും അത് നേടിയെടുക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത കത്തിലേക്ക് കടന്നാലോ? അച്ഛാ, അടുത്ത കത്ത് ചെന്നൈയിൽ നിന്നും ത്രേസ്യ എന്ന അമ്മച്ചി എഴുതുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ടി വിയിൽ കൂടി അച്ഛൻ്റെ ഫാമിലി കൗൺസിലിംഗ് ഞങ്ങൾ കേൾക്കാറുണ്ട്. എനിക്ക് 70 വയസ്സും ഭർത്താവിന് 76 വയസ്സും പ്രായമുണ്ട്. ഞങ്ങൾ വിവാഹിതരായിട്ട് 47 വർഷമായി. എൻ്റെ മകളുടെ വിവാഹ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വന്നിരിക്കുകയാണ്. വിവാഹം 1995 19 വർഷമായി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷേ അവർ വളരെയധികം നുണ പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകം അവർ പറഞ്ഞത് കള്ളത്തരമാണെന്ന് മകൾക്ക് മനസ്സിലായി. അതവൾക്ക് ഒരു മുറിവായി മാറി. അവർക്ക് ഒരു മകളുണ്ട്. അവൾക്കിപ്പോൾ 17 വയസ്സായി. അച്ഛാ, മരുമകൻ കഠിനഹൃദയനും ദൈവവിശ്വാസമില്ലാത്തവനുമാണ്. കള്ളം മാത്രമേ പറയൂ, ആരെയും വകവയ്ക്കില്ല. അതാണ് പ്രകൃതി. അവൻ്റെ കൂടെയുള്ള ജീവിതം മകൾക്ക് അസാധ്യമായി തീർന്നു. ഇപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ വേണ്ടി തനിയെ താമസിക്കുന്നു. ആരിടപെട്ടാലും സംസാരിക്കാൻ മുന്നോട്ട് വരികയില്ല. അവൻ്റെ അപ്പനും അമ്മയ്ക്കും പണം മാത്രം മതി. അത് മകൻ കൊടുക്കുന്നുമുണ്ട്. പേരൻസ് ആർ ഹാപ്പി. മകൻ്റെ കുടുംബജീവിതത്തെപ്പറ്റി ഒരു ഖേദവുമില്ല. 19 വർഷമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇക്കാര്യമൊഴികെ ബാക്കി എല്ലാത്തിനും ദൈവം ഉത്തരം തരുന്നുണ്ട്. ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യണം? അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഇടപെടാൻ വേണ്ടി. മകളുടെ പേര് ലിൻസി എന്നാണ്, ഭർത്താവിൻ്റെ പേര് ഡെന്നീസ് എന്നും. ഇത് വാസ്തവത്തിൽ മരുമകനെ പറ്റിയാണ് ഈ കത്ത്. മരുമകൻ ഡെന്നീസ് കർത്താവിലേക്ക് തിരിയണം. നമുക്ക് ആ കത്തയച്ചിരിക്കുന്ന അമ്മയാണ്. ഇപ്പോൾ ഡെന്നീസ് ഇത് കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് കരുതാൻ പറ്റുകയില്ല. അമ്മയോട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമതായി ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക ഈ മക്കൾക്ക് വേണ്ടി. ഒത്തിരി അതിനെപ്പറ്റി അങ്ങ് ബോധർ ചെയ്ത് ഇങ്ങനെ വിഷമിച്ച് അവിടെ കുഴപ്പമായല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാതെ അമ്മയ്ക്കിപ്പോൾ പറ്റുന്നത് തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ദൈവം എല്ലാം ശരിയാക്കുമെന്ന് വിശ്വസിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കാനാണല്ലോ തമ്പുരാൻ പറയാം. അപ്പം കർത്താവ് നൽകും എന്നുള്ള ബോധ്യത്തോടു കൂടി പ്രാർത്ഥനയിൽ അടിയുറയ്ക്കണം എന്ന് പറയാനുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞതിലുള്ള നിരാശ ത്രേസ്യാമ്മയ്ക്കുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി നാളായി, എന്നിട്ടൊന്നും സാധിച്ചില്ല. എൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തമ്പുരാൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. കൂടാതെ ലിൻസിയുടെ സ്നേഹം, ആർദ്രത എല്ലാം അയാളെ നേടാനായിട്ട് ഉപയോഗിക്കും. ലിൻസിയുടെ ദൈവം തന്നിരിക്കുന്ന സ്നേഹവും ആർദ്രതയും ഉപയോഗിച്ച് ആ മനുഷ്യനെ നേടുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അത് ഈ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം. അമ്മ പെറ്റമ്മയാണല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് പറയാം, ലിൻസിയോട് കുറച്ചുകൂടെ നീ സ്നേഹമായിട്ട് ഇടപെടുക, അങ്ങനെ അവനെ നേടണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അത് അമ്മച്ചിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. രക്ഷാകര സ്നേഹം ഉപയോഗിച്ച് നമുക്ക് ഡെന്നിസിനെ നേടിയെടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയാ കത്തെഴുതി, അതുകൊണ്ട് അമ്മയോട് എനിക്ക് പറയാനുള്ളത്, അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ സാഹചര്യം കിട്ടുവാണെങ്കിൽ രണ്ടുപേരെയും ഒന്ന് പ്രേരിപ്പിച്ച് പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ഒരു കൗൺസിലിങ്ങിനും പ്രേരിപ്പിക്കുന്നത് തെറ്റില്ല. അമ്മയുടെ ഒരു
സ്നേഹത്തോടു കൂടി ഒരു പ്രേരണ കൊടുക്കാം. അതുപോലെ ധ്യാനവും ഉചിതമാണ്. ലൂക്കാ 1:37 പറയും ദൈവത്തിനൊന്നും അസാധ്യമല്ല. പ്രാർത്ഥനയും ചെറിയ ഉപദേശവും ഒക്കെ നൽകി മരുമകനെ നേടിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മച്ചിയോട് ഇതേപ്പറ്റി എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? എനിക്ക് പറയുവാനുള്ളത്, നുണ പറഞ്ഞു വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നുണ പറഞ്ഞത് കൊണ്ടാണല്ലോ അവൾക്കൊരു മുറിവുണ്ടായത്. ആ മുറിവ് സുഖപ്പെടണമെങ്കിൽ കുറേ കാലതാമസം ഉണ്ടാകും. പിന്നെ ഈ സഹോദരി നേരിട്ട് ഡെന്നീസിൻ്റെ അടുക്കൽ കൂടുതൽ സൗമ്യമായ പെരുമാറ്റ രീതി കൊണ്ടേ നേടിയെടുക്കുവാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും അവനെ നേടുവാൻ സാധിക്കത്തില്ല. അമ്മച്ചി പ്രത്യേകം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണല്ലോ ദൈവം. അപ്പം നിരന്തരം പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ സുഗമമായി സാധിച്ചു തരും എന്നാണ് എൻ്റെ. നിങ്ങളുടെ അഭിപ്രായം ഒരിക്കലും റിയാലിറ്റി ഒളിച്ചു വെച്ച വിവാഹങ്ങൾ നടത്തരുത്. അത് വലിയൊരു മുറിവായിട്ട് തീരും, അത് പിന്നീട് ഉണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. അത് അവരാ ചെയ്തത്. അവരിപ്പോൾ കത്തയച്ചിട്ടില്ല എങ്കിലും ഒരുപക്ഷെ അവരെവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ ശരിയായ കാര്യമാണ്. പൊതുവായിട്ടും എല്ലാ കുടുംബാംഗങ്ങളോടും എനിക്കും പറയാനുള്ളത് തന്നെയാണ്. ഉള്ളതുള്ളതുപോലെ പറയുക, അതനുസരിച്ചുള്ള ഒരു വിവാഹം മതി എന്ന് കരുതുമ്പോൾ അത് സ്ഥായിയായിട്ട് നന്മ വരും. മറ്റതൊക്കെ വെറുതെ പെട്ടെന്ന് ഒരു വലിയ കൊമ്പത്ത് കയറി പിടിക്കാവുന്നല്ലാതെ ഫലം കിട്ടുകയില്ല എന്നുള്ളത് വളരെ ശരിയായ ഒരു കാര്യമാണ്. കൊള്ളാം. ഇതേപ്പറ്റി എന്താണ് ടോമിച്ചിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ അമ്മയുടെ ഉത്കണ്ഠയും ആകുലതയും ഒക്കെ ഒരു തള്ളയ്ക്കുണ്ടാകാവുന്ന ഒരു വിഷയമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ അതിനെ കാണുന്നു. എന്നാൽ ഈ അമ്മ അവൻ്റെ മാതാപിതാക്കളെ ഒന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ദേ ആർ ഹാപ്പി. എൻ്റെ മോളും മരുമോനും പ്രശ്നത്തിലും എന്നുള്ളൊരു ധ്വനി അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ പാവം മാതാപിതാക്കൾ ഹാപ്പി ആകുന്നതിൽ അമ്മച്ചിക്ക് സന്തോഷങ്ങൾ വരേണ്ട കാര്യമില്ല. അമ്മച്ചി സന്തോഷമായിട്ട് തന്നെ അവർ ഹാപ്പിയായി പോകണമല്ലോ, അവൻ അവരെ സംരക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഓർത്ത് സന്തോഷിക്കണം. തീർച്ചയായിട്ടും അവനിലൊരു നന്മയുണ്ട്. അവൻ്റെ മാതാപിതാക്കളെ അവൻ സംരക്ഷിക്കുന്നു എന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുമ്പം അവനിലെ ഒരു നന്മ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. 2, എനിക്ക് ഈ അമ്മച്ചിയോട് പറയാനുള്ളത്, അമ്മച്ചി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയാണല്ലോ, ഈ മക്കളുടെ അതിപ്പോൾ എല്ലാ അമ്മമാരോടും അപ്പന്മാരോടുമായിട്ടൂടെ ഞാൻ പറയുക, വിവാഹത്തിന് മുമ്പ്, മക്കളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി നല്ല വരനെ കിട്ടാൻ, നല്ല വധുവിനെ കിട്ടാൻ ഈ മാതാപിതാക്കൾ പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട്, അതുപോലെ തന്നെ ഈ വിവാഹത്തിന് ഒരുങ്ങുന്ന അവസരത്തിൽ മകനോടും മകളോടും പറയണം, നല്ല ജീവിത പങ്കാളിയെ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് അവരെ പ്രാപ്തരാക്കാൻ മാതാപിതാക്കൾക്ക് ഏറെ കടമയുണ്ട്. അത് ഇനിയിപ്പോൾ ഈ അമ്മച്ചിക്ക് ഇത് കഴിഞ്ഞ് പോയെങ്കിൽ പോലും ബാക്കി കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് കുറേ കൂടെ ഗുണകരം ആകുമല്ലോ എന്നുകൊണ്ടുകൂടെ ഞാനത് പറയുന്നത്. 2, ഈ അമ്മച്ചിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളേ ഉള്ളൂ, ഗൗരവമായിട്ടുള്ള വിഷയം ഇവിടെ ഇല്ല. ഇവിടെ ഈ അമ്മച്ചി ഇച്ചിരി കൂടെ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഈ വിഷയം നമുക്ക് പരിഹരിച്ചു കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ. ബാക്കിയുള്ളതിന് ഉത്തരം തന്ന ദൈവം ഇതിനും അമ്മച്ചിക്ക് ഉത്തരം കൊടുക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ അങ്ങേയറ്റം ബോധ്യപ്പെടുത്തി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുപോലെ പൊതു എല്ലാ അമ്മമാരോടും നമുക്ക് അത് പറയാൻ പറ്റും. പ്രാർത്ഥനാപൂർവ്വം കുഞ്ഞുങ്ങളെ വിവാഹത്തിൽ അയക്കുക. ഇവിടെയും പ്രാർത്ഥനയിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അമ്മച്ചിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ്. നന്മ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഈ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച 2 കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ പ്രശ്നങ്ങൾ കർത്താവെ അങ്ങയ്ക്കറിയാം. പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് സ്വർഗസമ്മാനമായ നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com